നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും ഇന്റൻസ് PSCയുടെ ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അർജുൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞത്? പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് വഴി എനർജി ഉൽപ്പാദിപ്പിക്കും എന്നായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ? അതിനായിട്ട് എന്ത് അറേഞ്ച്മെന്റ് ആണ്? ഇലകൾ മാക്സിമം സൂര്യപ്രകാശം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിക്കുള്ള ക്രമീകരണങ്ങളാണ് പലതരത്തിലുള്ള ചെടികളിലും ഉള്ളതെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് എന്തൊക്കെയാണ് ഇതിനാവശ്യമായിട്ട് വരുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, പിന്നെന്താണ്, എങ്ങനെയൊക്കെയാണ് സസ്യങ്ങളിൽ ഈ ആഹാരം പാകപ്പെടുന്നത്, ഈ പ്രകാശ സംശ്ലേഷണം വഴി പാകപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ എന്താണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്? ഇതൊരു പ്രക്രിയയാണ്. ഇതിലൂടെ ചെടികള്, ജലസസ്യങ്ങള്, ചില ബാക്ടീരിയകള് ഇവരെല്ലാം എന്ത് ചെയ്യും? സ്വയം ഭക്ഷണം ഉണ്ടാക്കും. അപ്പൊ ഇതിലൂടെ ഈ ചെടികള് അല്ലെങ്കിൽ ആ ബാക്ടീരിയകള് വളരുകയും ചെയ്യും. പിന്നെന്താണ്, ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്താണ് ലഭിക്കുന്നത്? അത് നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു വാതകമാണ്. എന്താണ്? ഓക്സിജൻ ആണ് കേട്ടോ. ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഓക്സിജൻ അഥവാ പ്രാണവായുവായ ഓക്സിജൻ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പ്രകാശ സംശ്ലേഷണത്തിന് അഥവാ ഫോട്ടോസിന്തസിസിന് എന്തൊക്കെയാണ് പ്രധാനമായും ആവശ്യമായത്? സൂര്യപ്രകാശം, പിന്നെന്താണ്, ജലം, പിന്നെന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ ആവശ്യമുള്ള വർണ്ണകം ഏതാണ്? ക്ലോറോഫില്ല്. അപ്പോൾ സൂര്യപ്രകാശം ചെടികൾക്ക് ആവശ്യമായ എനർജി, ഊർജം കൊടുക്കുന്നു. ജലം എവിടെ കൂടെ ആണ് ഈ ചെടികൾക്ക് ലഭ്യമാകുന്നത്? വേരുകളിൽ കൂടി വലിച്ചെടുക്കും. കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ നിന്നാണ് ചെടികൾക്ക് ലഭ്യമാകുന്നത്? വായുവിൽ നിന്ന് ചെടികൾ ഈ വാതകം വലിച്ചെടുക്കും. അപ്പോൾ എവിടെ കൂടാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സ്റ്റൊമാറ്റ അഥവാ ആസ്യരന്ധ്രങ്ങൾ എന്ന ചെറിയ സുഷിരങ്ങളിൽ കൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രവേശിക്കുന്നത്. പിന്നെന്താണ്? ആ വർണ്ണകം ക്ലോറോഫില്. അപ്പം ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന രാസവസ്തു ഏത് തന്നെയാണ്? ഈ ഹരിതകം തന്നെയാണ്. ഇത് സൂര്യപ്രകാശം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് മെയിനായിട്ട് 2 സ്റ്റേജുകളിലാണ് നടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒന്നാമത്തെ സ്റ്റേജ് ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷൻ ആണ്. ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷൻ അഥവാ പ്രകാശത്തിനെ ആശ്രയിച്ച് നടക്കുന്ന റിയാക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത് പകൽ സമയങ്ങളിലാണ്. അപ്പോൾ പകൽ സമയത്ത് ക്ലോറോഫിൽ സൂര്യപ്രകാശത്തിനെ അകത്തേക്ക് വലിച്ചെടുക്കുന്നു. ഈ സൂര്യപ്രകാശം ഉപയോഗിച്ച് വെള്ളത്തിനെ വിഘടിപ്പിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനുമാക്കി മാറ്റുന്നു. വെള്ളത്തിന്റെ ശാസ്ത്രീയമായിട്ട് എഴുതുമ്പോൾ അങ്ങനെയാണ്, H2O ആണ് അല്ലേ? അപ്പോൾ ഈ വെള്ളത്തിനെ വിഘടിപ്പിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആക്കുന്നു. ഈ ഓക്സിജനെ എന്ത് ചെയ്യും? ഈ ഓക്സിജനെ വായുവിലേക്ക് പുറന്തള്ളുന്നു. ആസ്യരന്ധ്രങ്ങളിൽ കൂടെ, അതായത് സ്റ്റൊമാറ്റയിൽ കൂടെ പുറന്തള്ളുന്നു. അപ്പോൾ ഈ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം ഓക്സിജൻ റിലീസ് ചെയ്യുന്നതായിരുന്നു. ഇനി രണ്ടാമത്തെ ഘട്ടം, അത് പ്രകാശത്തിനെ ആശ്രയിക്കാത്ത റിയാക്ഷൻ ആണ്. അതായത് കാൽവിൻ സൈക്കിൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഹൈഡ്രജൻ ആദ്യമേ വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിലെ ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കൂട്ടിച്ചേർത്ത് ഗ്ലൂക്കോസ് ഉണ്ടാക്കും. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ആണ് പിന്നെ ചെടികള് പലതരം രൂപങ്ങളിലാക്കി സംഭരിച്ചു വെക്കുന്നത്. അപ്പോൾ ഏതൊക്കെ രൂപങ്ങളിലാണ് ഈ ഗ്ലൂക്കോസിനെ ചെടികള് സംഭരിച്ചു വെക്കുന്നത്? സ്റ്റാർച്ച്, അതായത് ചെടികളിലെ വേരുകളിലൊക്കെയാണ് മുഖ്യമായിട്ടും ഈ രൂപത്തില് ഗ്ലൂക്കോസ് സംഭരിച്ചു വെക്കുന്നത്. ഉദാഹരണത്തിന് എന്താണ്? കപ്പ അല്ലെ? കിഴങ്ങ് വർഗ്ഗങ്ങൾ, കപ്പയൊക്കെ ഈ സ്റ്റാർച്ചായിട്ട് സൂക്ഷിച്ച് ഈ ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്ന ഇതിന് ഉദാഹരണങ്ങളാണ്. പിന്നെ ഏത് ഫോമാണ്? സൂക്രോസ്. ഊർജം ഇലകളിൽ നിന്ന് ചെടിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് മാറ്റുന്നതിനായിട്ടാണ് മെയിനായിട്ട് ഈ ഗ്ലൂക്കോസിന്റെ രൂപം ഉപയോഗിക്കുന്നത്. പക്ഷെ സൂക്രോസ് ആയിട്ട് തന്നെ ഏത് ചെടിയിലാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ കരിമ്പില്ലേ, കരിമ്പ്, ഷുഗർ കെയിനിലാണ് സൂക്രോസ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്.
പിന്നുള്ളത് ലിപ്പിഡുകളാണ് കേട്ടോ. ലിപ്പിഡായിട്ട് മാറ്റും, അതായത് കൊഴുപ്പായിട്ട്. വിത്തുകളിലും പഴങ്ങളിലും ഒക്കെ ദീർഘകാല ഊർജ്ജ ശേഖരണത്തിനായിട്ടാണ് ഈ ഒരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റുന്നത്. പിന്നെ സെല്ലുലോസ്, അതായത് കോശഭിത്തി നിർമ്മിക്കാൻ ഉള്ള ഘടകമാണ് സെല്ലുലോസ്. അപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്, അമീനോ ആസിഡുകളും പ്രോട്ടീനുകളുമായിട്ടും മാറ്റും. ഗ്ലൂക്കോസ് നൈട്രജൻ ചേർത്തിട്ട് അമീനോ ആസിഡ് നിർമ്മിക്കുകയും ചെയ്യും, അത് പ്രോട്ടീനായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയും ഈ ഗ്ലൂക്കോസിനെ എന്താണ് കൺവേർട്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കും. അപ്പോൾ നമ്മൾ ഫോട്ടോസിന്തസിസ് വഴി രൂപീകരിക്കപ്പെടുന്ന ആ ഗ്ലൂക്കോസിനെ ഏതൊക്കെ രൂപങ്ങളിലേക്കാണ് ചെടികളിൽ മാറ്റുന്നത് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ഈ പ്രകാശ സംശ്ലേഷണത്തിന്റെ സമവാക്യം എന്താണെന്ന് നോക്കാം. 6 കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് 6CO2 അധികം 6H2O, അഥവാ 6 ജലത്തിന്റെ കണികകൾ പ്ലസ് സൂര്യപ്രകാശം എന്താണ് തരുന്നത്? അതാണ് C6H12O6 പ്ലസ് 6O2, അതായത് 6 ഓക്സിജൻ മോളിക്യൂളുകളും C6H12O6, അതായത് എന്താണ്, ഗ്ലൂക്കോസിന്റെ രാസനാമമാണ് C6H12O6. അപ്പോൾ ഫോട്ടോസിന്തസിസിന്റെ പ്രാധാന്യം എന്താണ്? ഓക്സിജൻ ലഭിക്കുന്നു അല്ലേ, അതാണ് ഒന്നാമത്തെ പ്രാധാന്യം. ഓക്സിജൻ ലഭിക്കുന്നു. മനുഷ്യനും മൃഗങ്ങൾക്കും എല്ലാവർക്കും ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നത് ഈ ഒരു പ്രോസസ്സ് വഴിയാണ്. പിന്നെന്താണ്, ഭക്ഷണം നൽകുന്നു അല്ലേ, ചെടികൾക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, അത് മറ്റ് രൂപങ്ങളിലൊക്കെ സംഭരിച്ച് വെച്ചിട്ട് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒക്കെ ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഊർജം ശേഖരിക്കാൻ അല്ലേ, അതായത് പച്ചക്കറികളും പഴങ്ങളിലും ഒക്കെ ചെടികളിൽ ശേഖരിച്ച ഊർജം ശേഖരിച്ച് വെച്ചിട്ട് നമുക്കും അത് ലഭിക്കും. പിന്നെന്താണ്, വായു ശുദ്ധീകരിക്കുന്നു അല്ലേ, ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് വായു ശുദ്ധീകരിക്കുന്നു അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, സസ്യങ്ങളിൽ രാത്രി സമയത്ത് ശ്വസനം നടക്കുമ്പോൾ എന്താണ് ആഗിരണം ചെയ്യുന്നത്? ഓക്സിജനാണ് കേട്ടോ. ഓക്സിജൻ ആഗിരണം ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയാണ് രാത്രി കാലങ്ങളിൽ സസ്യങ്ങളിൽ നടക്കുന്ന ശ്വസനത്തിൽ സംഭവിക്കുന്നത്. പക്ഷെ പകൽ സമയത്തിലോ? പകൽ സമയത്ത് എന്ത് സംഭവിക്കും? ഓക്സിജനെ പുറന്തള്ളി കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് എടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഒരു എന്താണ് ഡിഫറൻസ് വരുന്നത് പകൽ സമയത്തും രാത്രി സമയത്തും. ചെടികളുടെ ശ്വസനത്തിൽ വരുന്ന ഡിഫറൻസ് അതാണ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ കുറെ ഡയലോഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, മാവും ഇത്തിൽക്കണ്ണിയും ഒക്കെ സംസാരിക്കുന്നതായിട്ട്. അപ്പം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ പരാതി സസ്യങ്ങളെ കുറിച്ചാണ് കേട്ടോ. പരാത സസ്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പാരസൈറ്റിക് പ്ലാന്റ്സ്. അപ്പൊ ഇതിൽ ചില സസ്യങ്ങൾ, ചില പാരസൈറ്റിക് പ്ലാന്റ്സ്, അതായത് പരാത സസ്യങ്ങള് മറ്റ് ചെടികളിലെ എന്താണ് ദോഷമൊന്നും ചെയ്യുന്നില്ല. അത് വസിക്കാൻ വേണ്ടി മാത്രമാണ് മറ്റ് ചെടികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ചില ചെടികളാവട്ടെ, ചില പരാത സസ്യങ്ങളാവട്ടെ, ഈ താമസിക്കുന്ന ആ ഹോസ്റ്റിനെ, അതായത് എവിടെയാണോ താമസിക്കുന്നത് ആ ചെടിയെ മുഴുവനായിട്ട് നശിപ്പിച്ച് കളയുകയും ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മരവാഴയെ കുറിച്ച് നോക്കാം, അഥവാ ഓർക്കിഡുകളെ കുറിച്ചൊക്കെയാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പം മരവാഴ, അതിൽ ചെറിയ വേരുകളുണ്ട് അല്ലെ, ചെറിയ വേരുകൾ. ആ ചെറിയ വേരുകൾ മരവാഴയെ അത് ഒരു മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കും. കട്ടി കൂടിയ വേരുകളും ഉണ്ട് അല്ലെ. കട്ടി കൂടിയ വേരുകൾ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വാസസ്ഥലത്തിനായിട്ട് മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയും. അപ്പൊ എപ്പിഫൈറ്റുകൾ എന്താണ്? വസിക്കാൻ വേണ്ടി മാത്രമാണ് മറ്റ് മരങ്ങളെ ആശ്രയിക്കുന്നത്. അല്ലാതെ വേറൊരു ദോഷവും ഈ മരങ്ങൾക്ക് ഈ സസ്യങ്ങൾ ചെയ്യുന്നില്ല. അതിന് പറ്റിയ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഓർക്കിഡ് ചെടികൾ. അപ്പോൾ അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഇത്തിൽക്കണ്ണിയാണ് കേട്ടോ. ഇത്തിൽക്കണ്ണി എന്താണ് ചെയ്യുന്നത്? വസിക്കാൻ സ്ഥലവും എടുക്കുന്നുണ്ട്, ആതിഥേയ സസ്യത്തിൽ നിന്ന് സ്ഥലവും എടുക്കുന്നുണ്ട്. പിന്നെന്താണ്, ധാതുക്കളും ലവണങ്ങളും എല്ലാം ഇതിന്റെ വേരിറക്കി വലിച്ചെടുക്കും. പക്ഷെ ആഹാരം
സ്വയം പാകം ചെയ്യും. അതിന്റെ ഇലകളിൽ തന്നെ ആഹാരം പാകം ചെയ്യുന്നുണ്ട്. പക്ഷേ പാകം ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ മൊത്തം എന്താണ് ഈ ആതിഥേയ സസ്യത്തിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. അതായത് നമ്മളിപ്പോ അയൽക്കാരുടെ വീട്ടീന്ന് ചായപ്പൊടിയും അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ പോയി മേടിച്ചിട്ട് നമ്മുടെ വീട്ടില് ചായ മാത്രം ഇടാൻ വേണ്ടി മാത്രം നമ്മള് നമ്മുടെ അടുക്കള ഉപയോഗിക്കുന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ ഈ ഇത്തിൽകണ്ണിയൊക്കെ അർത്ഥപരാത സസ്യം, അതായത് സെമി പാരസൈറ്റിക് പ്ലാന്റ് ആയിട്ട് നമുക്ക് തരംതിരിക്കാം. അതേപോലെ തന്നെ ഉള്ള ഒരു അർത്ഥപരാതമായിട്ടുള്ള ഒരു വൃക്ഷമാണ് ചന്ദനം എന്ന് പറയുന്നത് കേട്ടോ. ഈ ചന്ദനവും ഇതേപോലെ തന്നെ അടുത്തുള്ള മരങ്ങളിൽ നിന്നെല്ലാം ഇതിന്റെ വേര് നീട്ടി കൊണ്ടുപോയി മറ്റുള്ള മരങ്ങളിൽ നിന്നുള്ള ധാതുലവണങ്ങളൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത തരത്തിലുള്ള പരാദസസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മൂടില്ലാത്താളിയാണ് കേട്ടോ. മൂടില്ലാത്താളിയും റഫ്ലേഷ്യ ഒക്കെയാണ്. മൂടില്ലാത്താളി എന്നൊക്കെ പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും പരാദങ്ങൾ തന്നെയാണ്. അർത്ഥപരാദമല്ല, പൂർണ്ണ പരാദങ്ങളാണ്. മൊത്തമായിട്ട് മറ്റൊരു സസ്യത്തിനെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. അപ്പോൾ ഈ മൂടില്ലാത്താളിക്ക് സത്യം പറഞ്ഞാൽ ഇലയും കമ്പും ഒന്നുമില്ല. ഇതിനാകെയുള്ളത് വേരുകൾ മാത്രമാണ്. അപ്പൊ ഇതെന്താ ചെയ്യുന്നത്? ഡയറക്റ്റ് ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ഡയറക്റ്റായിട്ട് എല്ലാ ധാതുലവണങ്ങളും ആഹാരവും എല്ലാം വലിച്ചെടുത്തിട്ടാണ് ഈ മൂടില്ലാത്താളി വളരുന്നത്. അപ്പോൾ ആതിഥേയ സസ്യങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇത്തരത്തിലുള്ള പരാദസസ്യങ്ങൾക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകാഹാരം വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാദങ്ങൾ എന്ന് പറയുന്നു. അതായത് ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം നോക്കാനുള്ളത് ഇതിലെ കുറച്ച് ചോദ്യോത്തരമായിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിലെ ആദ്യത്തെ ചോദ്യം, ചുവപ്പ് നിറത്തോടു കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ്. അത് ശരിയാണോ? അതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് ഉത്തരം? ചുവപ്പ് നിറത്തോടു കൂടിയ ഇലകളുള്ള സസ്യങ്ങളാണെങ്കിലും സ്വയം ആഹാരം നിർമ്മിക്കാൻ സാധിക്കും. നമ്മുടെ ചീരയൊക്കെ അതിനുള്ള ഉദാഹരണമല്ലേ. അപ്പോൾ ഈ ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണകം എന്തായിരുന്നു? ആന്തോസയാനിനാണ് കേട്ടോ, ആന്തോസയാനിൻ. പിന്നുള്ള എന്താണ്? സസ്യം, പുൽച്ചാടി, കൊതുക്, പാറ്റ, തവള, അപ്പോൾ ഈ ഒരു ആഹാര ശൃംഖല ജാലം തന്നിരിക്കുകയാണ്. അപ്പോൾ അതില് തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇതില് തവളകളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? തവളയുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ തവള കഴിക്കുന്ന ഈ പുൽച്ചാടിയും കൊതുകും പാറ്റയും അതിന്റെ എല്ലാം എണ്ണം ഒരുപാട് കൂടി അതൊരു നാശമായി തീരും. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് വർണ്ണകങ്ങൾ എന്താണെന്ന് ഒന്ന് നോക്കാം. സസ്യഭാഗങ്ങൾക്ക് നിറം നൽകുന്ന പദാർത്ഥങ്ങളാണ് വർണ്ണകങ്ങൾ. പ്രകാശത്തിലെ ചില നിറങ്ങളെ ആഗിരണം ചെയ്യുകയും ചിലവ പ്രതിഫലിക്കുകയും ചെയ്യുന്നത് മൂലമാണ് അവ വ്യത്യസ്ത നിറങ്ങളിൽ കാണുന്നത്. 3 കൂട്ടം പ്രധാനമായിട്ടുള്ള വർണ്ണകങ്ങളാണ് സസ്യങ്ങളിൽ കാണപ്പെടുന്നത്. എന്തൊക്കെയാണ്? ഹരിതകങ്ങൾ, കരോട്ടിനോയിഡുകൾ, ഫ്ലാവനോയിഡുകൾ എന്നിവയാണിവ. പച്ച നിറത്തിന് കാരണമായതാണ് ഹരിതകങ്ങൾ. മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾക്ക് കാരണമായതാണ് കരോട്ടിനോയിഡുകൾ. ചുവപ്പ്, മഞ്ഞ, നീല നിറങ്ങൾക്ക് കാരണമായതാണ് ഫ്ലാവനോയിഡുകൾ. അപ്പോൾ സസ്യഭാഗങ്ങളുടെ നിറം മാറ്റത്തിന് കാരണം ഇവയുടെ വ്യത്യസ്ത അളവിലുള്ള കൂടിച്ചേരലുകളാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് സസ്യങ്ങളുടെ ഊർജ ആവശ്യത്തിനെ കുറിച്ചാണ്. അപ്പോൾ സസ്യങ്ങൾക്ക് വളർച്ച, രോഗപ്രതിരോധം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് ഊർജം ആവശ്യമാണ്. എന്നാൽ ചലനം നടക്കാത്തതിനാൽ ജന്തുക്കൾക്ക് ആവശ്യമുള്ള അത്ര ഊർജം ആവശ്യമില്ലതാണ്. അപ്പോൾ ഊർജം ലഭിക്കാൻ ശ്വസനം നടക്കേണ്ടത് ആവശ്യമാണ്. പോഷകഘടകങ്ങളിൽ ഓക്സിജൻ പ്രവർത്തിച്ചാണ് ഊർജവും കാർബൺ ഡൈ ഓക്സൈഡും പുറത്തുവിടുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സസ്യങ്ങളിലെ ഊർജത്തിന് ഉള്ള പ്രാധാന്യം. ഇനി നമുക്ക് വാതക വിനിമയത്തിനെ കുറിച്ച് ഒന്ന് പറയാം. വാതക വിനിമയം നമ്മൾ പറഞ്ഞിരുന്നു ആസ്യരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമാറ്റയിൽ കൂടെയാണ് വാതക വിനിമയം നടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇലകളിലെ സ്റ്റൊമാറ്റയിലൂടെ മാത്രമല്ല സസ്യങ്ങളിൽ വാതക വിനിമയം നടക്കുന്നത്. കാണ്ഡങ്ങളിലെ ലെന്റ് സെല്ലുകൾ കേട്ടോ, ലെന്റ് സെല്ലുകൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്.
അപ്പോൾ കാണ്ഡങ്ങളിലെ ലെന്റ് സെല്ലുകളിൽ കൂടെയും പിന്നെന്താണ് വേരുകളിൽ കൂടെയും വാതകവിനിമയം നടക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷയിൽ ഒരു ചോദ്യം വന്നെന്ന് വെച്ചോളൂ ഇങ്ങനെ, വാതക വിനിമയം സസ്യങ്ങളിൽ നടക്കുന്നത് ഇലകളിൽ കൂടി മാത്രമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ് കേട്ടോ. അപ്പോൾ ലെന്റ് സെല്ലുകളിൽ കൂടെയും വേരുകളിൽ കൂടെയും വാതകവിനിമയം നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഉത്തരം തെറ്റിക്കരുത്.